നമസ്കാരം. ലോകം യുദ്ധങ്ങളുടെയും മറ്റനേകം സംഘർഷങ്ങളുടെയും തീച്ചൂളയിലൂടെ കടന്നുപോകുമ്പോഴാണ് കായിക സംസ്കാരം ഫുട്ബോളിന്റെ കനകനിലാവായി നമ്മെ പൊതിയുന്നത്. യുദ്ധത്തിന്റെ മുറിവുകളിൽ നിന്നുള്ള ചോര കളിയിലേക്ക് കിനിഞ്ഞിറങ്ങുന്നത് നമ്മൾ അറിയണം. യുദ്ധക്കൊതി അടങ്ങാൻ ആവേശലഹരി പതയട്ടെ. 48 ടീമുകൾ, 12 ഗ്രൂപ്പുകൾ. മെക്സിക്കോയിലെ വിഖ്യാത ആസ്റ്റക് സ്റ്റേഡിയത്തിൽ തുടങ്ങി ന്യൂജേഴ്സിയിലെ മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിൽ അവസാനിക്കുന്നതിനിടയിൽ 104 മത്സരങ്ങൾ, 3 രാജ്യങ്ങൾ, 16 സ്റ്റേഡിയങ്ങൾ. അവിടെ ആരവമുയരുമ്പോൾ ഇവിടെ പ്രാദേശിക വാർത്തകൾ നിങ്ങളെ കാത്തിരിക്കുകയാണ്. ന്യൂസ് ടൈം ആരംഭിക്കുന്നു. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. മാള പോലീസ് സ്റ്റേഷനിലെ ഹൗസ് ഓഫീസർ ആർ രാജേഷ് മരിച്ച നിലയിൽ. മാള പോലീസ് ക്വാർട്ടേഴ്സിലെ താമസ സ്ഥലത്താണ് മൃതദേഹം കണ്ടെത്തിയത്. കുഴൂർ ഐരാണിക്കുളത്ത് ദാരുണ അപകടം. സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ ജോലിക്കെത്തിയ 65-കാരൻ മീൻകുളത്തിൽ മുങ്ങി മരിച്ചു. സ്വർണ്ണഖനിയിൽ നിന്ന് നേരിട്ടെത്തിക്കുന്ന ശുദ്ധ സ്വർണ്ണക്കട്ടികൾ നൽകാമെന്ന് വിശ്വസിപ്പിച്ച് ലക്ഷങ്ങൾ തട്ടിയ കേസിൽ വ്യാജസിദ്ധൻ അറസ്റ്റിൽ. KGF സ്വാമി എന്ന പേരിൽ അറിയപ്പെടുന്ന പത്തനംതിട്ട സ്വദേശി ഷാജിയെയാണ് പോലീസ് പിടികൂടിയത്. വിശദമായ വാർത്തകളിലേക്ക്. മാള പോലീസ് സ്റ്റേഷനിലെ ഹൗസ് ഓഫീസർ ആർ രാജേഷ് മരിച്ച നിലയിൽ. മാള പോലീസ് ക്വാർട്ടേഴ്സിലെ താമസ സ്ഥലത്താണ് മൃതദേഹം കണ്ടെത്തിയത്. ഈ സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. മാള പോലീസ് സ്റ്റേഷനിലെ ഹൗസ് ഓഫീസറായ ആർ രാജേഷിനെയാണ് താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മാളയിലെ പോലീസ് ക്വാർട്ടേഴ്സിൽ ഇന്ന് രാവിലെയാണ് സംഭവം പുറത്തറിയുന്നത്. കൊല്ലം ശൂരനാട് സ്വദേശിയായ രാജേഷ് 2 ദിവസത്തെ അവധിക്ക് ശേഷം ഇന്ന് ജോലിയിൽ പ്രവേശിക്കാനിരുന്നതായാണ് വിവരം. ഇതിനിടെ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഭാര്യയ്ക്ക് അടുത്തിടെ വാഹനാപകടത്തിൽ പരിക്കേറ്റിരുന്നതായും അറിയുന്നു. സംഭവ സ്ഥലത്ത് നിന്ന് ഒരു ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തിയതായി പോലീസ് അറിയിച്ചു. വ്യക്തിപരമായ പ്രശ്നങ്ങളെക്കുറിച്ചാണ് കുറിപ്പിൽ പരാമർശിക്കുന്നതെന്നാണ് പ്രാഥമിക വിവരം. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടരുകയാണ്. മൃതദേഹം തുടർ നടപടികൾക്കായി ആശുപത്രിയിലേക്ക് മാറ്റി. മീഡിയ ടൈം, മാള. കുഴൂർ ഐരാണിക്കുളത്ത് ദാരുണ അപകടം. സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ ജോലിക്കെത്തിയ 65-കാരൻ മീൻകുളത്തിൽ മുങ്ങി മരിച്ചു. മാവേലി കളരിക്കൽ ശ്രീധരന്റെ മകൻ ചന്ദ്രനാണ് മരിച്ചത്. ഇന്ന് രാവിലെയായിരുന്നു സംഭവം. ഐരാണിക്കുളത്തെ ഒരു സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ ജോലിക്കെത്തിയതായിരുന്നു 65 വയസ്സുള്ള ചന്ദ്രൻ. മീൻകുളത്തിന് സമീപത്തേക്ക് അർബാനയിൽ മണ്ണ് കൊണ്ടുവരുന്നതിനിടെ കാൽ തെറ്റി കുളത്തിൽ വീണതാകാമെന്നാണ് പ്രാഥമിക നിഗമനം. ചന്ദ്രനൊപ്പം ജോലിക്കെത്തിയിരുന്ന സ്ത്രീ ഏറെ സമയം കഴിഞ്ഞിട്ടും അദ്ദേഹത്തെ കാണാതായതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കുളത്തിൽ വീണുകിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് ഉടൻ തന്നെ വീട്ടുകാരെയും അധികൃതരെയും വിവരമറിയിച്ചു. വിവരമറിഞ്ഞെത്തിയ മാള ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗം മൃതദേഹം കുളത്തിൽ നിന്ന് പുറത്തെടുത്തു. തുടർന്ന് മൃതദേഹം മാള താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. സംഭവത്തിൽ തുടർ നടപടികൾ പുരോഗമിക്കുകയാണ്. മീഡിയ ടൈം, മാള. സ്വർണ്ണഖനിയിൽ നിന്ന് നേരിട്ടെത്തിക്കുന്ന ശുദ്ധ സ്വർണ്ണക്കട്ടികൾ നൽകാമെന്ന് വിശ്വസിപ്പിച്ച് ലക്ഷങ്ങൾ തട്ടിയ കേസിൽ വ്യാജസിദ്ധൻ അറസ്റ്റിൽ. KGF സ്വാമി എന്ന പേരിൽ അറിയപ്പെടുന്ന പത്തനംതിട്ട സ്വദേശി ഷാജിയെയാണ് തൃശൂർ റൂറൽ പോലീസ് പിടികൂടിയത്. സ്വർണ്ണഖനികളുമായി നേരിട്ട് ബന്ധമുണ്ടെന്നും വിപണി വിലയേക്കാൾ കുറഞ്ഞ നിരക്കിൽ ശുദ്ധ സ്വർണ്ണക്കട്ടികൾ ലഭ്യമാക്കാമെന്നും വിശ്വസിപ്പിച്ച് ആളുകളിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ തട്ടിയ കേസിലാണ് പ്രതിയുടെ അറസ്റ്റ്. പത്തനംതിട്ട മാധവമംഗലം മനഴിയിൽ വീട്ടിൽ 61 വയസ്സുള്ള ഷാജി KGF സ്വാമി എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. കൊടുങ്ങല്ലൂർ ഉഴവത്തുകടവിലെ വാടക വീട്ടിൽ നിന്നാണ് ഇയാളെ തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. തൃശൂർ റൂറൽ SPB കൃഷ്ണകുമാറിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണമാണ് പ്രതിയിലേക്ക് എത്തിയത്. സ്വർണ്ണഖനികളിൽ നിന്ന് നേരിട്ട് സ്വർണം എത്തിക്കാമെന്ന അവകാശവാദം ഉന്നയിച്ചാണ് ഇയാൾ ആളുകളുടെ വിശ്വാസം നേടിയിരുന്നതെന്ന് പോലീസ് പറഞ്ഞു. സമാന രീതിയിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിരവധി പേരെ ഇയാൾ കബളിപ്പിച്ചിട്ടുണ്ടെന്ന സൂചനയും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. കൂടുതൽ പരാതിക്കാരെയും സാമ്പത്തിക ഇടപാടുകളെയും കേന്ദ്രീകരിച്ച് അന്വേഷണം തുടരുകയാണ്. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. വാർത്തകൾ തുടരുന്നു. മറ്റത്തൂർ ചാഴിക്കാട്ടെ സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള മരക്കമ്പനിയിൽ തീപിടുത്തം. കമ്പനി ഭാഗികമായി കത്തിനശിച്ചു. ലക്ഷങ്ങളുടെ നാശനഷ്ടമാണ് ഉണ്ടായത്. ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം. മറ്റത്തൂർ ചാഴിക്കാട്ട് തേവർപ്പാടം സ്വദേശി പള്ളിപ്പുറത്ത് ശരവണന്റെ ഉടമസ്ഥതയിലുള്ള മരക്കമ്പനിയിൽ നിന്നാണ് തീയും പുകയും ഉയരുന്നത് സമീപവാസികളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. പുലർച്ചെ 4 മണിയോടെയാണ് കമ്പനിയിൽ നിന്ന് പുക ഉയരുന്നത് കണ്ടത്. വിവരമറിഞ്ഞെത്തിയ നാട്ടുകാർ ഉടൻ തന്നെ തീ അണയ്ക്കാൻ ശ്രമിക്കുകയും തീ നിയന്ത്രണ വിധേയമാക്കുകയും ചെയ്തു. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. കമ്പനിയിലുണ്ടായിരുന്ന 4 മോട്ടോറുകളും അനുബന്ധ സാമഗ്രികളും മരത്തടികളും തീയിൽ കത്തിനശിച്ചു.
തീപിടുത്തത്തിൽ 10 ലക്ഷത്തിലധികം രൂപയുടെ നാശനഷ്ടമുണ്ടായതായി കമ്പനി ഉടമ ശരവണൻ അറിയിച്ചു. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടക്കുകയാണ്. മീഡിയ ടൈം, കൊടകര. മാള ഉപജില്ല KPSTA മെമ്പർഷിപ്പ് വിതരണോദ്ഘാടനം നടന്നു. പൊയ്യ AKMHSS നടന്ന ചടങ്ങിൽ പൊയ്യ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഔസേപ്പച്ചൻ ജോസ് ഉദ്ഘാടനം നിർവഹിച്ചു. കേരളത്തിൽ കോൺഗ്രസിന്റെ പോഷക സംഘടനകളിൽ ഏറ്റവും ശക്തമായി പ്രവർത്തിക്കുകയും അതിനൊരു നല്ലൊരു സംവിധാനത്തിലൂടെ പ്രവർത്തിച്ച് ഏറ്റവും റിസൾട്ട് ഉണ്ടാക്കുകയും ചെയ്യുന്നൊരു സംഘടനയായിട്ട് തന്നെയാണ് ഞാൻ അതിനെ മനസ്സിലാക്കിയിട്ടുള്ളത്. എൻ്റെ തന്നെ ഒരുപാട് സുഹൃത്തുക്കൾ അധ്യാപകരായിട്ടുള്ള നമ്മുടെ KSU പ്രവർത്തനങ്ങളുടെയൊക്കെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള കുറേ സുഹൃത്തുക്കൾ നമ്മുടെ ഈ സംഘടനയുടെ ഭാഗമായിട്ടൊക്കെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്നത്. അപ്പൊ അവരൊക്കെ ഏറ്റവും അഭിമാനത്തോടു കൂടെ പറയുന്നത് നമ്മുടെ ഈ KPSTA എന്ന് പറയുന്ന സംഘടനയാണ് സംസ്ഥാനത്തിൽ തന്നെ ഏറ്റവും വലിയ സംഘടന, അധ്യാപക മേഖലയിൽ ഏറ്റവും നന്നായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു സംഘടനയായി പറഞ്ഞു കേട്ടിട്ടുണ്ട്. മാള ഉപജില്ല KPSTA മെമ്പർഷിപ്പ് വിതരണോദ്ഘാടനം പൊയ്യ AKM ഹൈസ്കൂളിൽ നടന്നു. പൊയ്യ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഔസേപ്പച്ചൻ ജോസ്, സ്കൂളിലെ പ്രധാനാധ്യാപകൻ KJ സിജുവിന് ആദ്യ മെമ്പർഷിപ്പ് നൽകിയാണ് വിതരണോദ്ഘാടനം നിർവഹിച്ചത്. ഉപജില്ലാ പ്രസിഡന്റ് ജെമി ജോസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സെക്രട്ടറി KE അജി സംഘടനയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു. സ്കൂൾ മാനേജർ ഔസേപ്പച്ചൻ അമ്പൂക്കൻ, സാബു കൈതാരൻ, ഷൈബു, TS സുരേഷ് കുമാർ, മുഹമ്മദ് റാഫി, സൂരജ് PS എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. അധ്യാപക സമൂഹത്തിന്റെ ഐക്യവും സംഘടനാ പ്രവർത്തനങ്ങളും ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് മെമ്പർഷിപ്പ് വിതരണം സംഘടിപ്പിച്ചതെന്ന് ഭാരവാഹികൾ അറിയിച്ചു. മീഡിയ ടൈം, മാള. സൗരോർജ്ജ മേഖലയിലെ പ്രമുഖ സ്ഥാപനമായ റോയൽ ഐ സോളാർ പവറിന്റെ പുതിയ ബ്രാഞ്ച് പുത്തൻചിറയിൽ പ്രവർത്തനം ആരംഭിച്ചു. മാണിയംകാവിൽ ആരംഭിച്ച സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം NR വിനോദ് കുമാർ നിർവഹിച്ചു. സൗരോർജ്ജ മേഖലയിലെ 15 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി മുന്നേറുന്ന റോയൽ ഐ സോളാർ പവർ സ്ഥാപനത്തിന്റെ പുതിയ ബ്രാഞ്ചാണ് പുത്തൻചിറ മാണിയംകാവിൽ പ്രവർത്തനം ആരംഭിച്ചത്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. റോയലിനെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം കേരളത്തിൽ തന്നെ ഒരുപാട് സ്ഥാപനങ്ങൾ സോളാർ ഇൻസ്റ്റാളേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അതിനകത്ത് ആദ്യത്തെ 10ൽ വരുന്ന സ്ഥാപനമാണ്. അപ്പോൾ നല്ലൊരു കൈയ്യടി നമുക്ക് കൊടുക്കാം. നല്ലൊരു സ്ഥാപനം പുത്തൻചിറയിലേക്ക് കടന്നു പോകുന്നതാണ്. ഈ ലോകം മുഴുവൻ വലിയ അശാന്തിയിലൂടെ കടന്നു പോവുകയാണ്. അതായത് പശ്ചിമേഷ്യയിലെ യുദ്ധം, അവിടെ കത്തിക്കുന്നത് മുഴുവൻ പെട്രോളും ഡീസലും ഒക്കെയാണ്. അപ്പോൾ ഇതിങ്ങനെ തീർന്നു കഴിഞ്ഞാൽ അവസാനം സൂര്യൻ മാത്രമാണ് നമുക്ക് അൾട്ടിമേറ്റ് സോഴ്സ് ആയിട്ടുള്ളത്. അപ്പോൾ ഈ സോളാർ എനർജിക്ക് പുതിയ കാലഘട്ടത്തിൽ വലിയ പ്രത്യേകതയുണ്ട്. പുത്തൻചിറയിലെ ഈ സ്ഥാപനം പ്രത്യേകിച്ച് രാഹുലും നമ്മുടെ പബ്ലിഷൊക്കെ കൂടെ ഉണ്ടല്ലോ. അതിൽ നമ്മുടെ പ്രമുഖക്കാരനാണ്. പുത്തൻചിറ നമ്മുടെ അടുത്ത പ്രദേശമായിട്ട് നമുക്ക് പ്രഖ്യാപിപ്പിക്കേണ്ടല്ലേ താമസമാണ്. അപ്പോൾ എല്ലാവരും ആശംസകൾ നേരുന്നു. ഈ സ്ഥാപനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുകയാണ്. ചടങ്ങിൽ വ്യാപാര സാമൂഹിക രംഗങ്ങളിലെ നിരവധി പ്രമുഖർ പങ്കെടുത്തു. സ്ഥാപനത്തിൽ അനുബന്ധമായി ആരംഭിച്ച കാങ്കൻ വാട്ടർ മെഷീൻ വിൽപ്പനയുടെ ഉദ്ഘാടനവും ചടങ്ങിന്റെ ഭാഗമായി നടന്നു. ആരോഗ്യകരമായ കുടിവെള്ള പരിഹാരങ്ങളും സോളാർ എനർജി സേവനങ്ങളും ഒരുമിച്ച് ലഭ്യമാക്കുകയാണ് പുതിയ സംരംഭത്തിന്റെ ലക്ഷ്യമെന്ന് അധികൃതർ അറിയിച്ചു. പുത്തൻചിറയിലെയും സമീപ പ്രദേശങ്ങളിലെയും ഉപഭോക്താക്കൾക്ക് കൂടുതൽ മികച്ച സേവനങ്ങളും സാങ്കേതിക പിന്തുണയും ഉറപ്പാക്കാൻ പുതിയ ബ്രാഞ്ച് സഹായകരമാകുമെന്ന് സംഘാടകർ വ്യക്തമാക്കി.
ബിസിനസ് ഡെസ്ക്, മീഡിയ ടൈം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മാള പോലീസ് സ്റ്റേഷനിലെ ഹൗസ് ഓഫീസർ ആർ രാജേഷ് മരിച്ച നിലയിൽ. മാള പോലീസ് ക്വാർട്ടേഴ്സിലെ താമസ സ്ഥലത്താണ് മൃതദേഹം കണ്ടെത്തിയത്. കുഴൂർ ഐരാണിക്കുളത്ത് ദാരുണ അപകടം. സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ ജോലിക്കെത്തിയ 65-കാരൻ മീൻകുളത്തിൽ മുങ്ങി മരിച്ചു. സ്വർണ്ണഖനിയിൽ നിന്ന് നേരിട്ടെത്തിക്കുന്ന ശുദ്ധ സ്വർണ്ണക്കട്ടികൾ നൽകാമെന്ന് വിശ്വസിപ്പിച്ച് ലക്ഷങ്ങൾ തട്ടിയ കേസിൽ വ്യാജസിദ്ധൻ അറസ്റ്റിൽ. KGF സ്വാമി എന്ന പേരിൽ അറിയപ്പെടുന്ന പത്തനംതിട്ട സ്വദേശി ഷാജിയെയാണ് പോലീസ് പിടികൂടിയത്. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.